കൊയിലാണ്ടിയുടെ മനോഹരമായ പ്രകൃതി ഭംഗിക്കിടയിൽ ആത്മീയതയുടെ ശാന്തപ്രഭ പരത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പുണ്യസ്ഥാനമാണ് അർജുനൻ കുന്നിലെ ശ്രീ വാസുദേവ ആശ്രമം. പ്രകൃതിയുടെ നിശബ്ദതയും ഭക്തിയുടെ ആഴവും ഒരുമിക്കുന്ന ഈ വിശുദ്ധ ഇടം വർഷങ്ങളായി ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെയും ആത്മീയ ആശ്വാസത്തിന്റെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കൊയിലാണ്ടി നഗരത്തിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഈ കുന്നിൻ പ്രദേശം സന്ദർശകരെ ആദ്യം ആകർഷിക്കുന്നത് അതിന്റെ ശാന്തമായ അന്തരീക്ഷമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി മനസ്സിനും ആത്മാവിനും ഒരു പുതുജീവൻ നൽകുന്ന അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. ശ്രീ വാസുദേവന്റെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞ ഈ ആശ്രമം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആത്മീയ ചിന്തകൾക്കും അനുയോജ്യമായ ഒരു പുണ്യഭൂമിയാണ്. ഇവിടെ എത്തുന്ന ഭക്തർ ജീവിതത്തിലെ വിവിധ വെല്ലുവിളികൾക്കിടയിലും സമാധാനവും പ്രത്യാശയും കണ്ടെത്തുന്നു. അർജുനൻ കുന്നിന്റെ മുകളിൽ എത്തുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയുടെ മനോഹാരിത കണ്ണുകൾക്ക് വിരുന്നാകുന്നു. പച്ചപ്പാർന്ന കാഴ്ചകളും ശുദ്ധവായുവും ആത്മീയമായ അന്തരീക്ഷവും ചേർന്ന് മനസ്സിലൊരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ഷംനാസ്. ഞാൻ ചാനൽ 4 മലബാർ എന്നാണ്. നിങ്ങളുടെ പേര്? ശിവദാസൻ. ശ്രീ വാസുദേവാശ്രമം, നമ്പർ 13. ഓക്കെ. നമ്മളിങ്ങനെ വന്നത് ഈ പഴയ പള്ളി, അമ്പലങ്ങൾ, ആശ്രമങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. ഇത് ആശ്രമം എത്ര വർഷമായി ഇവിടെ? ഇത് 1959 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഡോക്ടർ NK കൃഷ്ണൻ MA PhD തുടങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം ചെറിയ രൂപത്തിൽ ഒരു കൃഷ്ണൻ്റെ ശ്രീകോവിൽ, അതോടനുബന്ധിച്ചൊരു ഗസ്റ്റ് ഹൗസ് ഇത് വെച്ചുകൊണ്ടാണ് സ്ഥാപിക്കുന്നത്. അതിൻ്റെ ശേഷം ഇത് ഇന്നത്തെ രീതിയിലേക്കുള്ള ഡെവലപ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് അവസാന ഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ധ്യാനമന്ദിരം. ഇത് സ്ഥാപിച്ച ആളിപ്പോൾ ഡോക്ടർ NK കൃഷ്ണൻ 2092 നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 94 വയസ്സോളം അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അടക്കം ചെയ്തത് ഇവിടെ തന്നെയാണോ? അടക്കം ചെയ്തത് ഇവിടെ നിന്നാണ്. ബോംബെയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പിന്നെ തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരു പ്രൊഫസറായിരുന്നു ഇദ്ദേഹം. ഓക്കെ. അവിടുന്ന് വന്നിട്ടാണ് പിന്നെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ഭാഗത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ അർജുനൻ കുന്നിൽ ഒരു ആശ്രമം സ്ഥാപിച്ചത്. അപ്പോൾ അത് ഇന്ന് വലിയ പുരോഗതിയിലേക്ക് നിൽക്കുന്നതാണ്. 1959 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഓക്കെ. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വികസിച്ച് ഈ രൂപത്തിൽ വരുന്നതാണ്. ആശ്രമത്തിന് ഒരു സ്കൂളുണ്ടോ? ആശ്രമത്തിന് ഒരു സ്കൂളുണ്ട്. ശ്രീ വാസുദേവ് ആശ്രമ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിപ്പോഴും ആശ്രമത്തിൻ്റെ കീഴിൽ തന്നെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഇടക്കാലത്ത് ഒരു ചെറിയ അശ്രദ്ധ വന്നതുകൊണ്ട് അത് PTA കമ്മിറ്റിയും വടകര DD ഒക്കെ ആയി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ആ സ്കൂൾ വീണ്ടെടുക്കുന്നതിനുള്ള നിയമപരമായ പോരാട്ടത്തിൻ്റെ വഴികളിലാണ്. അത് ഞങ്ങൾ തിരിച്ച് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹൈസ്കൂളിന് പുറമെ +2 കൂടി ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താ സ്കൂളിൻ്റെ പേര്? ശ്രീ വാസുദേവ് ആശ്രമ സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ. 2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.